നമസ്കാരം. യൂത്ത് കോൺഗ്രസുകാരും മലപ്പട്ടത്ത് കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരത്തെ പൊളിച്ചടക്കിക്കൊണ്ട് ഡിവൈഎഫ്ഐ രംഗത്ത് വന്നിരിക്കുകയാണ്. വി കെ സനോജ് രാഹുൽ മാങ്കൂട്ടത്തെ എടുത്ത് ഭിത്തിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. അമ്മാതിരി തെമ്മാടിത്തരമാണല്ലോ അവിടെ കാണിച്ചു കൂട്ടിയത്. ഇന്നലെ വരെ ധീരജിനെ ഞങ്ങളല്ല കുത്തിയതെന്ന് പറഞ്ഞു നടന്ന യൂത്ത് കോൺഗ്രസുകാർ അവസാനം ധീരജിനെ അവർ തന്നെയാണ് കുത്തിയത് എന്നവർ സമ്മതിച്ചിരിക്കുന്നു. വലിയ പ്രകോപനങ്ങൾ ഉണ്ടാക്കി, അവിടെ സംഘർഷം ഉണ്ടാക്കി, അടിമേടിച്ച് ഹീറോ ആകാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടം നടത്തിയ നാടകം 8 നിലയിൽ പൊട്ടുമ്പോൾ എന്തായാലും വി കെ സനോജ് നല്ല ഗംഭീരമായിട്ട് ഈ വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനോരമ പോലുള്ള മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ചൂട്ടുപിടിച്ച് നടക്കുന്നതിനും ഗംഭീരമായിട്ടുള്ള അടിവെച്ചു കൊടുത്തിട്ടുണ്ട്. ഒപ്പം ഷാഫി പറമ്പിലിനും കണക്കിന് കൊടുത്തിട്ടുണ്ട് വി കെ സനോജ്. നമുക്ക് ആ പ്രതികരണം ഒന്ന് കാണാം. കണ്ണൂരിലെ നിങ്ങളെല്ലാം ഒന്ന് പോകേണ്ട സ്ഥലമാണ്. അവിടെ ചൂളിയാട് നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഇന്നലെ ഒരു ജാഥ പുറപ്പെടുകയുണ്ടായി. അപ്പൊ ജാഥയിൽ അവര് പറയുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം അവിടെ ചൂളിയാട് പ്രദേശത്തെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന്റെ വീട്ടിൽ സ്ഥാപിച്ച ഒരു ഗാന്ധി പ്രതിമ ആരോ തകർത്തു എന്നാണ്. അപ്പൊ ചൂളിയാട് ഗാന്ധി പ്രതിമ തകർത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പോലീസിൽ പരാതി കൊടുക്കാം, കേസെടുക്കാം, അവിടെ പ്രതിഷേധം നടത്താം. അതിനൊന്നും ആരും എതിരല്ല. പക്ഷെ ആ സംഭവത്തിന്റെ പേരിൽ ചൂളിയാട് നിന്ന് ഒരു സമാധാന യാത്ര മലപ്പട്ടത്തേക്ക് പുറപ്പെടുകയാണ്. ചൂളിയാടിന്റെയും മലപ്പട്ടത്തിന്റെയും എല്ലാം പ്രത്യേകത നമുക്കറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല സ്വാധീനമുള്ള പ്രദേശമാണ്. അവിടെയൊന്നും പ്രത്യേകിച്ച് രാഷ്ട്രീയ സംഘർഷമൊന്നും ഈ സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് ആ കേസിലെ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ പരിശോധിച്ചാൽ അതിന്റെയൊക്കെ വിവരങ്ങൾ കിട്ടും. എന്താ കാര്യം? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ നേതൃത്വത്തിൽ ബോധപൂർവം കണ്ണൂരിൽ ചില കുഴപ്പങ്ങൾ ഉണ്ടാക്കണം. എന്താ ഉദ്ദേശം? ഇന്നലെ എത്ര സമയമാണ് അവിടെ കോൺഗ്രസ് സംഘർഷം സൃഷ്ടിച്ചത്? എവിടെ നിന്നെല്ലാം ക്രിമിനലുകളെ ഇറക്കിയത്? അവിടെ വിളിച്ച മുദ്രാവാക്യമാണിത്. ഇതാ സമാധാന സന്ദേശയാത്രയുടെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം നടത്തിയിട്ടുള്ള ജാഥയുടെ മുദ്രാവാക്യമാണ് ഇത്. ധീരജിനെ കൊന്ന വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല. ആ വാള് രാഖി മിനുക്കിയിട്ട് ഡിവൈഎഫ്ഐക്കാരെ ഇല്ലാതാക്കും എന്നാണ് ഗാന്ധി പ്രതിമ തകർത്തു എന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള സമാധാന സന്ദേശയാത്രയുടെ മുദ്രാവാക്യം. ഈ മുദ്രാവാക്യം വിളിക്കുന്നത് കേട്ടാൽ ആർക്കാണ് ക്ഷമിക്കാൻ തോന്നുക? പക്ഷെ മലപ്പട്ടത്തെ ഞങ്ങളുടെ സഖാക്കളുണ്ടല്ലോ, ഇന്നലെ ഭൂമിയോളം ക്ഷമിച്ചു. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു. ഒടുവിലെന്താ? 6 കിലോമീറ്റർ നടന്നിട്ട് മലപ്പട്ടത്തെ കമ്മ്യൂണിസ്റ്റ് ഗ്രാമത്തിൽ എത്തിയിട്ട് അവിടെ കൗമ്പായി സമര സേനാനിയുടെ സ്മാരകം പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ അക്രമം സംഘടിപ്പിച്ചു. സ്വാഭാവികമായിട്ടും അവിടെ ജനങ്ങൾ പുറത്തിറങ്ങൂലേ? അങ്ങനെ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോ അവിടെ ജനങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്താ ഇതിനൊക്കെ പിന്നെ ഉദ്ദേശം എന്താ? ഡിവൈഎഫ്ഐക്കും CPM-നും സ്വാധീനമുള്ള കേന്ദ്രങ്ങളിൽ കയറി കുഴപ്പമുണ്ടാക്കുക. കോൺഗ്രസിനകത്ത് ഇപ്പോൾ കുറെ ആഭ്യന്തര കുഴപ്പങ്ങളുണ്ട്. അപ്പൊ അവിടുന്ന് സ്വാഭാവികമായിട്ടും 2 തല്ല് വാങ്ങിക്കുക, അത് വലിയ വാർത്തയായിട്ട് അവതരിപ്പിക്കുക. കേരളത്തിലെ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ സ്വാതന്ത്ര്യമില്ല എന്ന് വരുത്തി തീർക്കുക. അതിന്റെ ഭാഗമായിട്ടുണ്ടാക്കിയ ഒരു നാടകമാണ് ഇത്. കൃത്യമായി അന്വേഷിച്ചാൽ ഈ ഗാന്ധി പ്രതിമ തകർത്തതുൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. നമുക്ക് ഒരുപാട് അനുഭവം ഉണ്ടല്ലോ. ഈ തിരുവനന്തപുരത്ത് തന്നെ ലീന എന്ന് പറയുന്ന KPCC മെമ്പറുടെ വീട് ആക്രമിച്ചു. തൊട്ടടുത്തുള്ള അയൽവാസിയായിട്ടുള്ള CPM-ന്റെ പ്രാദേശിക നേതാവിന്റെ തലയിൽ കെട്ടിവെച്ചു അല്ലേ? ഒടുവിൽ എന്താ സംഭവിച്ചത്? ആ ലീനയുടെ മകൻ തന്നെ പറഞ്ഞു, ഞാനാണ് ഇതിന് നേതൃത്വം കൊടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശെൽവരാജിന്റെ വീടിന് തീ കൊളുത്തിയിട്ട് അനുഭവം നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ. ആരാണ് ഒടുവിൽ കണ്ടെത്തിയത്? ഇതെല്ലാം ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. AKG സെന്റർ നേരെ ബോംബെറിഞ്ഞിട്ട് നിങ്ങളിൽപ്പെട്ട പല മാധ്യമങ്ങളും വൈകുന്നേരം ചർച്ച സംഘടിപ്പിച്ചല്ലോ. കിട്ടിയോ എന്ന് ചോദിച്ചിട്ട് കിട്ടിയല്ലോ ആണ് കുറച്ച് കഴിഞ്ഞപ്പോ. അപ്പൊ ഇതെല്ലാം കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ്. മലപ്പട്ടത്ത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി, മലപ്പട്ടത്ത് നിന്ന് സംഘർഷത്തിൽ പരിക്ക് പറ്റി മർദ്ദനമേറ്റു എന്ന വാർത്തയുണ്ടാക്കിയിട്ട് കേരളത്തിൽ അതൊരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കാൻ മാങ്കൂട്ടം നടത്തിയിട്ടുള്ള നീക്കമാണ്. അവിടെ വന്നിട്ട് മുദ്രാവാക്യം വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്.
ആ ഭീഷണിയൊന്നും മാങ്കൂട്ടം മലപ്പുറത്തും കണ്ണൂരും കേരളത്തിലും എടുക്കണ്ട. സ്വന്തമായി സംഘടനാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് വിജയിക്കാൻ കഴിയാത്തത് കൊണ്ട് വ്യാജ കാർഡിന്റെ ബലത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി ഏറ്റെടുത്തിട്ടുള്ള മാങ്കൂട്ടത്തിന്റെ വെല്ലുവിളിയൊന്നും കണ്ണൂരിലെ ജനങ്ങളോട് വേണ്ട എന്ന് മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ. കണ്ണൂരിൽ മാങ്കൂട്ടത്തിനേക്കാൾ വലിയ ആളായിരുന്നല്ലോ സുധാകരൻ, അതിനേക്കാൾ വലിയ ആളായിരുന്നല്ലോ മറ്റേ രാമകൃഷ്ണൻ. സുധാകരന്റെയും രാമകൃഷ്ണന്റെയും ഗുണ്ടാ സെറ്റിനോട് ശക്തമായി ജനങ്ങളെ അണിനിരത്തിയിട്ട് പൊരുതിയിട്ടാണ് കണ്ണൂരിൽ ഡിവൈഎഫ്ഐയും CPM ഈ നിലയിൽ വളർന്നു വന്നിട്ടുള്ളത്. അല്ലാതെ വെറുതെ അല്ല. അങ്ങനെ വളർന്നു വന്ന പ്രസ്ഥാനം പറന്ന് പന്തലിച്ച് നിൽക്കുന്ന ഇടത്ത് പോയിട്ട് ഈ പത്തനംതിട്ടയിൽ നിന്നും പാലക്കാടെന്നും വ്യാജ കാർഡ് വെച്ച് ജയിച്ച ആളെയും കൂട്ടി പോയിട്ട് ഭീഷണിപ്പെടുത്തി അവരെ പിന്നോട്ട് വലിപ്പിക്കാമെന്നും നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അത്തരം ഭീഷണിയെല്ലാം മാങ്കൂട്ടത്തിന്റെ കയ്യിൽ വെച്ചാൽ മതി. അതിനേക്കാൾ വലിയ ഭീഷണി അതിജീവിച്ചാണ് ഞങ്ങൾ അവിടെ മുന്നോട്ട് വന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ഭാഗത്ത് സംഘർഷം ഉണ്ടാക്കുക, ഒരു ഭാഗത്ത് വർഗീയത പ്രചരിപ്പിക്കുക. വർഗീയത പ്രചരിപ്പിക്കുന്നതാരാ? ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വർഗീയ പ്രചരണം നടത്തിയിട്ടുള്ള ഷാഫി പറമ്പ് അല്ലേ? മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ വിസ്റ്റം ഗ്രൂപ്പ് ഒരു പരിപാടി സംഘടിപ്പിച്ചു. പരിപാടി സംഘടിപ്പിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും 10 മണിക്ക് ശേഷം മൈക്ക് ഓഫ് ചെയ്യാൻ പോലീസ് പറയും. ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച പരിപാടിയിൽ വന്നിട്ട് സ്റ്റേജിൽ വന്നിട്ട് മൈക്ക് ഓഫ് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അതെല്ലാം പിന്നീട് തീരുമാനിക്കാം. ഇനി പോലീസുകാരുടെ ഭാഗത്ത് ഒരു മോശം പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട്, സ്വാഭാവികമായിട്ടും നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോവാം. പക്ഷേ ഇഷ്ടത്തിന്റെ പരിപാടി ഹിന്ദുവായിട്ടുള്ള ഒരു പോലീസുകാരൻ തടസ്സപ്പെടുത്തിയിരിക്കുന്നു എന്ന നിലയിൽ വ്യാപകമായ പ്രചരണം ജമാഅത്തെ ഇസ്ലാമിയും STPയും ചില തീവ്ര ഗ്രൂപ്പുകളും ചേർന്നുണ്ടാക്കി. ആ പ്രചരണത്തിന് ചൂട്ടുപിടിച്ചു കൊടുത്ത് ആ പ്രചരണത്തിന് അക്കം കൂട്ടുന്ന നിലപാടാണ് ഒരു MP ആയുള്ള ഷാഫി പറമ്പിൽ നടത്തിയത്. എന്താ നടത്തിയത്? ഈ സംഭവത്തെ എങ്ങനെയാ അദ്ദേഹം വിലയിരുത്തിയത്? അപ്പൊ ഇതാണോ ഒരു ശരിയായ നിലപാട് ഒരു ജനപ്രതിനിധി ഭാഗത്ത് ഉണ്ടാവേണ്ടത്? ഇപ്പൊ പോലീസുകാരന്റെ മതം നോക്കിയിട്ട് തീവ്രവാദിയായി ചാപ്പയടിക്കുക, അദ്ദേഹത്തിന്റെ മതം നോക്കിയിട്ട് സംഘിയാണ് എന്ന് പ്രഖ്യാപിക്കുക, ഇത് ശരിയായ നിലപാടാണോ? അയാളെന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കട്ടെ, അന്വേഷണം നടക്കട്ടെ. പക്ഷേ വർഗീയ ചാപ്പയാണ് അടിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ അതുവഴി എന്താണ്, ഈ ഗവൺമെന്റ് ഭാഗമായി RSS ആണ് പോലീസിനെ നിയന്ത്രിക്കുന്നത്, ഇയാൾ RSS ആണ് എന്ന് പറഞ്ഞാൽ മുസ്ലിം മതസമുദായം നടത്തിയിട്ടുള്ള പരിപാടി തടസ്സപ്പെടുത്താൻ RSSകാരനായിട്ടുള്ള പോലീസുകാരൻ പോയിരിക്കുന്നു. അതും ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനത്ത് ഒരേ സമയത്ത് വർഗീയ പ്രചരണം, ഒരേ സമയത്ത് അതിൽ നിന്നും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്ന പരിപാടി. അപ്പൊ ഷാഫി പറമ്പിൽ കഴിഞ്ഞ 2 ദിവസം മുന്നേ ഒരു പ്രസംഗം നടത്തി. എന്താ നടത്തിയത്? മലബാറിൽ നിന്നും MLA-മാരെ ഉണ്ടാക്കും എന്നാ പറഞ്ഞത്. മലബാറിൽ MLA-മാരെ ഇതുവഴി ഇങ്ങനെ വർഗീയ പ്രചരണം നടത്തി ഉണ്ടാക്കാം എന്നാണ് ഷാഫി ധരിക്കുന്നുണ്ടെങ്കിൽ ഷാഫിക്ക് സ്ഥലം മാറിപ്പോയി. എല്ലാ കാലത്തും ജനങ്ങൾക്ക് അങ്ങനെ തെറ്റുപറ്റില്ല. ഷാഫി മത്സരിക്കാൻ അവിടെ പോയപ്പോഴാണല്ലോ പല വിധത്തിലുള്ള വർഗീയക്കാരും അവിടെ ഇറക്കിയത്. ശൈലജ ടീച്ചർക്കെതിരായിട്ട് വ്യാജമായ പ്രചരണം നടത്തിയതിന്റെ ഭാഗമായിട്ട് ശിക്ഷിക്കപ്പെട്ട ആൾ ഏത് പാർട്ടിയാ? മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. അപ്പൊ എന്താണ്, ഒരു ഭാഗത്ത് ഷാഫിയുടെ നേതൃത്വത്തിൽ വർഗീയ പ്രചരണം, ഒരു ഭാഗത്ത് രാഹുൽ മാങ്കൂട്ടവും ഈ ധീരജ് കൊലക്കേസിൽ പ്രതിയായിട്ടുള്ള ഈ നിഖിൽ പൈൽ ഉൾപ്പെടെയുള്ള ഗുണ്ടാസെറ്റിനെ ഉപയോഗപ്പെടുത്തിയിട്ട് ഡിവൈഎഫ്ഐയുടെയും CPMന്റെയും സ്വാധീന പ്രദേശങ്ങളിൽ കയറി വെല്ലുവിളിച്ച് തല്ല് വാങ്ങിക്കുക, സംഘർഷം ഉണ്ടാക്കുക, ഇതെല്ലാം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയണം. ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചയിൽ ഇവർക്ക് സ്ഥാനമില്ല. വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇവർക്ക് കാര്യമായി ഒന്നും ഉന്നയിക്കാൻ കഴിയുന്നില്ല. അപ്പൊ വികസനം, രാഷ്ട്രീയം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഇടതുപക്ഷത്തോട് മുട്ടിനിൽക്കാൻ കഴിയാതെ വന്നപ്പോ മലപ്പട്ടം തെരഞ്ഞെടുക്കുന്നു, വർഗീയ പ്രചരണം തെരഞ്ഞെടുക്കുന്നു. ഇത് നല്ല ജാഗ്രതയോടുകൂടി കേരളീയ പൊതുസമൂഹം കാണേണ്ടതുണ്ട്. ഈ വർഗീയവാദികളെ, ഈ വർഗീയത പ്രചരിപ്പിക്കുന്നവരെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. ഈ കോൺഗ്രസിന്റെ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിവാദങ്ങളുണ്ട്. ഇന്ന് K. സുധാകരൻ തന്നെ പറഞ്ഞു, തന്നെ അവഹേളിച്ചാണ് ഇറക്കിവിട്ടത്. അതിലെ ഒരു ഭാഗത്ത് നിന്നൊരു നേതാവ് കൂടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോ ഇങ്ങനെയുള്ള സംഘർഷങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നം മറച്ചുവെക്കാൻ വേണ്ടി അവർക്ക് ഒരു രക്തസാക്ഷിയെ വേണം. കോൺഗ്രസിൽ ഇപ്പോ പലരും പല വഴിക്കാണ്.
കാരണം 2026 തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് അവർ മുന്നോട്ട് വെച്ച ഒരു പദ്ധതിയും ഈ കേരളത്തിൽ വർക്കൗട്ട് ആവുന്നില്ല. പല ശ്രമവും നടത്തി നോക്കി. അപ്പൊ അതിനിടയിലാണ് KPCC പ്രസിഡന്റ് മാറിയത്, ഇവരുടെ മുന്നണി കൺവീനർ മാറിയത്. നല്ല അടി നടക്കുകയാണ്. ഇന്നലെ സുധാകരന്റെ പറഞ്ഞല്ലോ, എന്നെ അപമാനിച്ചിറക്കി വിട്ടുകയും. അപ്പൊ തൽക്കാലം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു സംഘർഷമില്ലാതെ മറ്റു വഴിയില്ല. ആ സംഘർഷത്തിന്റെ കൊട്ടേഷൻ എടുത്തിട്ടാണ് രാഹുൽ മാങ്കൂട്ടം കണ്ണൂരിലേക്ക് വണ്ടി കയറിയിട്ടുള്ളത്. അങ്ങനെ സംഘർഷമുണ്ടാക്കാൻ കൊട്ടേഷൻ എടുത്ത് അങ്ങോട്ട് കയറി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാം എന്നാണ് കരുതിയത്. പക്ഷെ കണ്ണൂരിലെ പ്രബുദ്ധരായിട്ടുള്ള ജനത ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇടപെടൽ നടത്തിയത്. അതുകൊണ്ട് ഇമാതിരി ഉഡായിപ്പ് വിദ്യകളുമായിട്ട് യൂത്ത് കോൺഗ്രസ് പുറപ്പെട്ടാൽ അതിനെയെല്ലാം നിലക്ക് നിർത്താൻ DYFI കഴിയും. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ആ കാര്യത്തിൽ വരും ദിവസങ്ങളിൽ ഇടപെടൽ ഉണ്ടാവും എന്നാണ് പറയാനുള്ളത്. ഈ KU ജനീഷ് കുമാർ ഫോറസ്റ്റ് ഓഫീസിൽ പോയി ഒരു ബഹളമുണ്ടായ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് DYFI കാണുന്നുണ്ട്. അല്ലെങ്കിൽ പല ഉദ്യോഗസ്ഥന്മാരും ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിയമത്തെ വ്യാഖ്യാനിക്കേണ്ടത്. അതില് ജനീഷ് കുമാർ MLA അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നു. ആ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അന്യായമായി ആളുകളെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് അദ്ദേഹം ആരോപിച്ചത്. സ്വാഭാവികമായിട്ടും അത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് MLA എന്ന നിലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലാണ്. ഉദ്യോഗസ്ഥന്മാർ ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിയമത്തെ വ്യാഖ്യാനിക്കേണ്ടത്. തെറ്റായ നിലയിൽ വ്യാഖ്യാനിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഉപദ്രവിക്കാൻ പുറപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും ജനപ്രതിനിധികൾക്കും പാർട്ടി നേതാക്കൾക്കും ഇടപെടേണ്ടി വരും. ഈ കഴിഞ്ഞ ദിവസം വീണ്ടും വരുമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ആ പരാമർശം ശരിയാണ്. അല്ല, ആ പരാമർശത്തോട് ഞാൻ യോജിക്കുന്നില്ല. അതെല്ലാം അദ്ദേഹത്തിന്റെ പരാമർശമാണ്. ഞാൻ പറഞ്ഞതല്ല, അദ്ദേഹം നടത്തിയ ഇടപെടലാണ്. നിങ്ങൾ അദ്ദേഹം നടത്തിയ ഇടപെടൽ കാണാതെ ഒരു പരാമർശത്തെ മാത്രം എടുത്ത് വാർത്തയാക്കേണ്ട കാര്യമില്ല. അദ്ദേഹം നടത്തിയ ഇടപെടൽ എന്ന് വെച്ചാൽ അവിടെ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ ഇടപെടൽ. അദ്ദേഹം ഒരു MLA എന്ന നിലയിൽ നിയമത്തെ തെറ്റായ നിലയിൽ വ്യാഖ്യാനിച്ച് ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് അദ്ദേഹത്തിന്റെ രോഷപ്രകടനമാണ് ഉണ്ടായത്. അത് സ്വാഭാവികമാണ്. അതൊരു MLA എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് ജനങ്ങളുടെ കൂടെ നിൽക്കുക എന്നത്. അതിനപ്പുറത്ത് ആ സംഭവത്തിലെ ഏതോ ഒരു പദമെടുത്ത് ഉപയോഗപ്പെടുത്തിയിട്ട് അദ്ദേഹത്തെ വിമർശിക്കേണ്ട കാര്യമില്ല.